രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഉടുമ്പൻചോല എംഎൽഎ അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പ്രവേശനോത്സവം നടത്തി. രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രവേശനോത്സവം അഡ്വക്കേറ്റ് സേനാപതി വേണു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരും, എനിക്ക് കുട്ടികളോട് രണ്ട് അഭ്യർത്ഥന മാത്രമാണ്. ഒന്ന്, നല്ലതുപോലെ പഠിക്കുക എന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ താൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയില്ല. പക്ഷേ പഠിക്കണം എന്ന് നിങ്ങളോട് ഉപദേശിക്കാനേ എനിക്ക് കഴിയുള്ളൂ. അപ്പോൾ പരമാവധി പഠിക്കുക. കാരണം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരം. അതുകൊണ്ട് നല്ലതുപോലെ വായിക്കുക, പുസ്തകങ്ങൾ വായിക്കണം, പാഠ്യഭാഗങ്ങൾ വായിക്കണം. അതിനോടുപരിയായി മറ്റ് കിട്ടുന്നത് എന്തും വായിക്കുക. അറിവിലൂടെ മാത്രമേ ലോകത്തെ കീഴടക്കാൻ കഴിയുള്ളൂ, വേറൊന്നുമില്ല. ലോകത്തെ കീഴടക്കാൻ കഴിയുന്ന ഏക മാർഗം എന്ന് പറയുന്നത് അറിവാണ്. അതുകൊണ്ട് അറിവ് സമ്പാദിക്കുക. അതിന് കുറുക്കുവഴികളില്ല, വായന മാത്രം, നിരന്തരമായ വായന. രണ്ട്, എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ അറിഞ്ഞും അറിയാതെയൊക്കെ പലരും പല ചതിക്കുഴികളിലും പെടുകയാണ്. അതിലേറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് മയക്കുമരുന്ന്. മദ്യം അത്രയും ഭീഷണിയല്ല, എന്നാലും ഭീഷണിയാണ് മയക്കുമരുന്ന്. നിങ്ങളാരെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അടിമയാണോ എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ 2000-ഓളം സ്കൂളുകളിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ അതിൻ്റെ പിടിയിൽപ്പെട്ടവരോ ആയ വിദ്യാർത്ഥികളുണ്ട് എന്ന് മുൻ എക്സൈസ് കമ്മീഷണറുടെ ഒരു വെളിപ്പെടുത്തൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നു. സിസ്റ്റർ ജോയ്സ് എസ്.എച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പ്രിൻസിപ്പൽ യു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബിൻസി നന്ദിയും രേഖപ്പെടുത്തി. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിബിൻസി അഗസ്റ്റിൻ, വാർഡ് മെമ്പർ ജോഷി കന്യാക്കുഴി, PTA വൈസ് പ്രസിഡന്റ് അജി കാട്ടുമന, MPTA പ്രസിഡന്റ് ഷിജി ജെയിംസ്, SMC വൈസ് ചെയർമാൻ NR സുഭാഷ, പ്രധാന അധ്യാപിക സിന്ധു ഗോപാലൻ, സീനിയർ അസിസ്റ്റന്റ് VK ആറ്റ്ലി എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്.